നമ്മളിപ്പോൾ ഒരുപാട് കൊല്ലമായിട്ടുണ്ടായാലേ ജിമെയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ജിമെയിൽ ആർക്കും അറിയാത്ത, ആരും പറഞ്ഞു തരാത്ത 1-2 ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ കുറച്ച് മുന്നേ ഉള്ള ഒരു 5-6 കൊല്ലം അല്ലെ 10 കൊല്ലം മുന്നേ ഒക്കെ ഉള്ള ജിമെയിൽ നോക്കിയെടുക്കാൻ വലിയ പാടായിക്കല്ലേ. ഒരു അത്യാവശ്യം വന്നാൽ ജിമെയിലുള്ള മുമ്പ് വന്നൊരു PDF ഒക്കെ തിരഞ്ഞെടുക്കാൻ വലിയ പാടായിരിക്കും. ഭയങ്കര എളുപ്പത്തിലുള്ള പരിപാടി ഉണ്ട്. നിങ്ങൾ ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് മേലെ സെർച്ച് ബാറില്ലേ, അവിടെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ സെർച്ച് ചെയ്യുക. older_than:13y, അതായത് 13 കൊല്ലം മുമ്പുള്ള ഒരു ജിമെയിൽ എനിക്ക് വേണം. ജസ്റ്റ് ഒരു ഉദാഹരണത്തിന്, ഞാൻ ഇത് കുറേ കൊല്ലമായി ഉപയോഗിക്കുന്ന ഈ ജിമെയിൽ 13 കൊല്ലം മുന്നേ ഉള്ള ജിമെയിൽ എനിക്ക് വേണം. അതുകൊണ്ട് 13 എഴുതി. എന്നിട്ട് ഇവിടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ 13 കൊല്ലം, ഇത് ഡേറ്റ് കണ്ട 13/2/2013 മെയിലാണ് വന്നത് ഫസ്റ്റിലുള്ളത്. 13 കൊല്ലം മുമ്പുള്ള എല്ലാ ജിമെയിലും നമുക്കിതിൽ വരും. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് എത്ര കൊല്ലം മുമ്പേ ഉള്ളതാണോ വേണ്ടത്, ഇവിടെ 13 പകരം വൈ എന്നുള്ളതിന് മുമ്പ് 13 പകരം ഏത് വർഷമാണോ, എത്രാമത്തെ വർഷമാണോ ആ വർഷം എഴുതി കൊടുത്താൽ നിങ്ങൾ എഴുതി കൊടുത്ത വർഷത്തെ ജിമെയിൽ പെട്ടെന്ന് കിട്ടും. ഇനി വേറെ ഒന്ന് കാണിച്ചു തരാം. PDF ആ വേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള PDFകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ #PDF മനസ്സിലാക്കുക. ആ മേലെ എന്തായാലും 2 കുത്തുള്ള സാധനമല്ലേ, ആ സാധനം PDF. ഇങ്ങനെ എഴുതി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള, നിങ്ങളുടെ ജിമെയിലുള്ള എല്ലാ PDF ഇതിൽ വരും. ഇതൊക്കെ PDF ആണ്. ഓപ്പൺ ചെയ്താൽ കണ്ട PDF, എല്ലാ PDF ഇതിൽ വരും. സംഭവം അടിപൊളിയല്ലേ? നിങ്ങൾക്ക് പഴയ ഒരു മെയിൽ വേണമെങ്കിൽ, നിങ്ങൾക്ക് കുറേ കൊല്ലം മുമ്പുള്ള ഒരു മെയിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു PDF ഫയൽ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഒക്കെ ജിമെയിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ട്. ജിമെയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലേക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. നിങ്ങൾ ജിമെയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ജിമെയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളെ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കും. നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.